സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി 298 ബാറുകൾ അടച്ചുപൂട്ടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ താൽക്കാലികമായി സുപ്രീം കോടതി വിധി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സെപ്റ്റംബർ 30 വരെ തൽസ്ഥിതി തുടരണമെന്നുള്ളത് തന്നെയാണ് കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിധിയെ ഇവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. സംസ്ഥാന സർക്കാരിൻ്റെ കോടതി വിധിക്ക് താൽക്കാലികമായി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് നല്ല വിധിയല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബാറിൻ്റെ ലൈസൻസ് നിർത്തരുത്. ഇത് സാധാരണക്കാരെ ശരിക്കും ബാധിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട കുടിയന്മാർക്ക് എവിടെ പോയാലും നമ്മൾ കുടിക്കും. എല്ലാ ആഘോഷങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മദ്യം. അത് നിർത്തലാക്കിക്കൊണ്ട് ഇപ്പോൾ ചാരായം നിർത്തലാക്കിയ ആൻ്റണി നിർത്തി. ഓക്കെ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു ഗവൺമെൻറ് നല്ല കാര്യം തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് ഈ കേരളത്തിൽ ഒരിക്കലും മദ്യം നിരോധിക്കാൻ പറ്റില്ല. കേരളത്തിൽ മദ്യം നിരോധിക്കാൻ പറ്റില്ല. മദ്യം ഇല്ലാണ്ട് കേരളം നടക്കില്ല. മദ്യം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമല്ല മോശം, അത് ഉൽപ്പന്നമാണത്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പ്രശ്നം. അത് ഏത് സാധനമാണെങ്കിലും നമ്മൾ ബിരിയാണി ആണെങ്കിലും കൂടുതൽ കഴിച്ചാൽ അങ്ങനെ നമുക്ക് അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ശരീരത്തിന് ഉണ്ടാവും. അതുപോലെ തന്നെ മദ്യം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മദ്യപാനികളെല്ലാം മോശക്കാരാണെന്ന് ഇവിടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മിലിറ്ററിയിലെ മദ്യം നിർത്തണം. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഏതാണ് ചീത്ത ബാർ, നല്ല ബാർ? ഈ നല്ലതും ചീത്ത എങ്ങനെ തിരഞ്ഞെടുക്കണം? കൊടുക്കുന്ന മദ്യം സർക്കാരിൻ്റെ മദ്യമാണ്. സർക്കാർ മുദ്ര വെക്കുന്ന മദ്യമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ ബാറിലും വിളമ്പുന്നത്. അപ്പം നല്ല ബാറും ചീത്ത ബാറും ഏതാ? ലോക്കൽ ബാറും മറ്റേ 5 സ്റ്റാർ ബാറും എവിടെ? 5 സ്റ്റാർ ബാറിൽ കഴിക്കുന്നവർ ഞങ്ങളെപ്പോലുള്ളവർ ലോക്കൽ ബാറിൽ കഴിക്കുന്നവരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയം വളരെ തിടുക്കത്തിലായിപ്പോയെന്നാണ് തന്നെയാണ് ഇവർ നമ്മോട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 30 വരെ തൽസ്ഥിതി തുടരണമെന്ന കോടതി വിധി ഇവർക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്.